വയനാട് ബത്തേരി മണ്ഡലത്തിൽ കോൺഗ്രസിന് തിരിച്ചടി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കുറുമ സമുദായക്കാർക്ക് വേണമെന്നാണ് കുറുമൻ സംരക്ഷണ സമിതി പറയുന്നത്. ബത്തേരിയിലെ കുറുമ സമുദായത്തിലെ ഭൂരിപക്ഷം പേരും കോൺഗ്രസ് അനുകൂലികളാണ്. ഏകദേശം 30,000-ഓളം ആളുകൾ തങ്ങളുടെ സമുദായത്തിൽ ഉണ്ടെന്നാണ് കുർമ സമുദായക്കാരുടെ അവകാശവാദം. ഇതിൽ ഭൂരിപക്ഷം പേരും കാലങ്ങളായി കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരാണ്. എന്നാൽ കുർമ വിഭാഗത്തിന് സീറ്റ് കൊടുക്കാത്തതിൽ വലിയ അമർഷമാണ് ഉയരുന്നത്. കഴിഞ്ഞ 3 വർഷവും കുറിച്ച സമുദായ അംഗം IC ബാലകൃഷ്ണനാണ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചത്. ഇത്തവണയും സമുദായക്കാരെ തഴഞ്ഞാൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് കുർമ സമുദായക്കാർ പറയുന്നു. നമ്മളെ കാര്യമായിട്ടുള്ള പ്രാതിനിധ്യം കുർമ സമുദായത്തിൻ്റെ അടുത്ത ഇലക്ഷന് ഉണ്ടായിരിക്കണമെന്നും അത് അവരുടെ എല്ലാ സൗകര്യങ്ങളും 3 ഇലക്ഷൻ നമ്മളുടെ ഇപ്രാവശ്യം നമ്മൾക്ക് പരിഗണിച്ച് നമ്മളുടെ സമുദായത്തിലുള്ള ആളുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ഞങ്ങളുടെ ആളുകൾക്ക് വേണ്ടി ചെയ്യും. DCC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുമാതിരി എല്ലാ തലങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. കുർമരുടെ ആവശ്യത്തിൽ വലിയ ആശങ്കയാണ് കോൺഗ്രസ് ക്യാമ്പിലുള്ളത്. ബത്തേരി നിയോജക മണ്ഡലത്തിലെ പ്രബല പട്ടികവർഗ വിഭാഗം കൂടിയാണ് കുർമർ. നൂൽപ്പുഴ പഞ്ചായത്തുകളിലായി നിരവധി കുർമ ഉന്നതികളാണുള്ളത്. കുർമ സമുദായ അംഗത്തെ സ്ഥാനാർത്ഥിയാക്കാൻ കുർമ സംരക്ഷണ സമിതി കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തും. KPCC, DCC പ്രസിഡന്റുമാർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർക്ക് ആവശ്യമുന്നയിച്ച് കത്തയക്കും. NM വിജയന്റെ ആത്മഹത്യയും ബത്തേരി സൊസൈറ്റി ബാങ്ക് ഫണ്ട് തിരിമറിയും തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടയ്ക്കാണ് കുർമ സമുദായക്കാരുടെ ആവശ്യം. ജനം, വയനാട്. വിവരങ്ങളുമായി അർജുൻ PS ചെയ്യുന്നുണ്ട്. അർജുൻ, ഈ വയനാട് ബത്തേരി മണ്ഡലം കോൺഗ്രസിന് എത്രത്തോളം നിർണായകമാണ്, പ്രധാനപ്പെട്ടതാണെന്ന് രാഷ്ട്രീയ കേരളത്തിന് നന്നായി അറിയാം. ആ സമയത്താണ് ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നത്. അതായത് കുറുമ സമുദായക്കാർക്ക് ഈ സീറ്റ് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് കുറുമൻ സംരക്ഷണ സമിതി കോൺഗ്രസിനോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നത്? ഒപ്പം കോൺഗ്രസ് എങ്ങനെയാകും ഇവരെ അനുനയിപ്പിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാകും ഇവർ തമ്മിലൊരു ഡീൽ ഉണ്ടാവുക അവിടെ വയനാട്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കോൺഗ്രസിന് ഏറെ പ്രധാനപ്പെട്ട സീറ്റ് തന്നെയാണ് ബത്തേരി എന്ന് പറയുന്നത്. 3 തവണയും IC ബാലകൃഷ്ണൻ MLA ജയിച്ചു കയറിയ മണ്ഡലം കൂടിയാണ് ബത്തേരി എന്ന് പറയുന്നത്. അതായത് മാനന്തവാടി സ്വദേശിയാണ്. അവരാണ് ഈ ബത്തേരിയിൽ വന്ന് ജയിച്ചു കയറുന്നത്. കുറിച്ച സമുദായത്തിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറുമർ പറയുന്നത് തങ്ങൾക്ക് 30,000 വോട്ട് ഈ ബത്തേരിയിലുണ്ട്, എന്തുകൊണ്ട് തങ്ങളെ മത്സരിപ്പിച്ചുകൂടാ എന്നുള്ള ഒരു ചോദ്യം ഇവർ ചോദിക്കുന്നത്. അതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് ഉള്ളത്. കാരണം ഇത്തവണയും IC ബാലകൃഷ്ണൻ ഒരു സീറ്റ് നൽകണമെന്നുള്ള ഒരു ഉദ്ദേശം കോൺഗ്രസിനുണ്ട്. അത് മാനന്തവാടിയോ ബത്തേരിയോ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ സീറ്റ് നൽകി കഴിഞ്ഞാൽ ഈ കുറുമ സമുദായക്കാരുടെ വോട്ട് വളരെയധികം കുറയുമോ എന്നുള്ള ഒരു ആശങ്ക കോൺഗ്രസിനുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ മറ്റു പാർട്ടികളിലേക്ക് BJPക്കൊക്കെ നല്ല വേരോട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ബത്തേരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണയൊക്കെ ചില കുറുമ സമുദായക്കാരിലെ പ്രബല വിഭാഗമൊക്കെ തന്നെ BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഇത്തരത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് BJP ഗുണം ചെയ്യുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് ഉള്ളത്. കുറുമ സമുദായക്കാർ പറയുന്നത് തങ്ങൾ 30,000 വോട്ട് തങ്ങൾക്കുണ്ട്. അതായത് ഒരു പാർട്ടി, ഏത് പാർട്ടി ഇവിടെ വിജയിക്കണമെന്നും ഏത് മുന്നണി ഇവിടെ വിജയിക്കണമെന്നും തീരുമാനിക്കാനുള്ള ഒരു കപ്പാസിറ്റി തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത്. തങ്ങൾ പറയുന്ന ഒരു വ്യക്തിയെ, തങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് ഒരു വ്യക്തിയെ നിർത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് കുറുമ സമുദായക്കാരുടെ ഇടയിൽ നിന്നുമുള്ളത്. ഇത് രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ ഇവിടെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും ഉണ്ടാവുക. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ NM വിജയന്റെ ആത്മഹത്യ, മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയും അതേ തുടർന്നുണ്ടായ തന്നെയാണ് ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ബത്തേരിയിൽ കോൺഗ്രസിന് നേരിടേണ്ടി വരിക. പ്രത്യേകിച്ച് ഈ ബത്തേരി മണ്ഡലം വളരെ നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിന്. അപ്പോൾ എങ്ങനെയാകും അവിടുത്തെ സമവാക്യങ്ങളൊക്കെ മാറി മറിയുക എന്നാലും എന്തായാലും അത് കണ്ടറിയാം.